ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനത്തെ ആസ്പദമാക്കി ഏതാനും ചില വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. സുവിശേഷത്തിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വീട്ടിലിരുന്ന യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിൽ വീട്ടിനുള്ളിലും വീടിനു പുറത്തും എല്ലാം ആൾക്കൂട്ടം തിങ്ങിക്കൂടിയതുകൊണ്ട് തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്ന 4 പേർ വീടിന്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കുകയും അവരുടെ വിശ്വാസം കണ്ട് യേശു ആ രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇതിൽ നമ്മൾ കാണുന്നത് മകനെ എന്ന യേശുവിന്റെ വാക്ക്. യേശു നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഇന്ന് പറയുന്നു, മകനെ, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം തളർവാദ രോഗിയെ കൊണ്ടുവന്ന സുഹൃത്തുക്കളുടെ വിശ്വാസമാണ് ആ രോഗിക്ക് സൗഖ്യമായി തീർന്നത്. ആദ്യമേ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കായൽ, നിന്റെ സഹോദരൻ ഹാബേൽ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പിന്നീട് നമ്മൾ പലപ്പോഴും ബൈബിളിൽ കാണുന്നത്. സഹോദരനെ തള്ളി പറയുന്നവരുണ്ട്, സഹോദരനെ ഏറ്റുപറയുന്നവരുണ്ട്. ഇവിടെ 4 പേർ സഹോദരന് വേണ്ടി നിലകൊള്ളുന്ന സംഭവമാണ് നമ്മൾ കണ്ടത്. അവരുടെ വിശ്വാസമാണ് ഈ രോഗിക്ക് സൗഖ്യം നൽകാൻ യേശുവിന് സാധിച്ചത്. നാം ഏവരും ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് സൗഖ്യ സന്ദേശമായി മാറണം. ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ട നമുക്ക് ഏകാന്തതയിൽ കഴിയുന്നവരെയും ആരുമില്ലാത്തവരെയും രോഗികളെയും സ്നേഹിക്കുവാനും അവരെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ ക്രിസ്തുവിന്റെ മഹത്തായ കൃപയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തുവാനും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഈ നോമ്പുകാലത്ത് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.